എത്തിക്കേണ്ടവനെ എത്തിക്കേണ്ടടുത്തും കാണേണ്ടവനെ കാണേണ്ടവളുടെ മുൻപിലും എടുക്കേണ്ട കൈയെത്തുന്ന ദൂരത്ത് എന്റെ ദൈവം കൊണ്ടുവന്നെങ്കിൽ എന്റെ ദൈവത്തിന്റെ കാൽക്കുലേഷൻ തെറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് എന്റെ ദൈവത്തിന്റെ കാൽക്കുലേഷൻ തെറ്റുകയില്ല. അപ്പോൾ എന്താണ് യോഹന്നാന്റെ പ്രത്യേകത? ഞാൻ അതിലേക്കാണ് വരുന്നത്. തിരുവുകൾക്ക് വേണ്ടി കണ്ടവൻ. പുരോഹിതന്റെ വസ്ത്രമണിഞ്ഞ് അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട വ്യക്തി ആരാണ്? യോഹന്നാൻ. എന്താ പുരോഹിതന്റെ വസ്ത്രം? ഇവിടെങ്ങും മേടിക്കാൻ കിട്ടൂല. താങ്ങാൻ പറ്റുന്ന വസ്ത്രമല്ല അതൊന്നും. പുരോഹിതന്റെ വസ്ത്രം എങ്ങനെയുള്ളതെന്ന് ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. എന്നാ വായിച്ചിട്ടുള്ളത്? എൽപിയും വാനുസേനും ഒന്നുമല്ല. പീതരത്നം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പുനൂൽ ഇവയാൽ നിർമ്മിതമായതാണ്. ഈ പീതരത്നം, മാണിക്യം, വൈഡൂര്യം എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ, ഇതെല്ലാം ഡയമണ്ട്സിന്റെ കാറ്റഗറി വരുന്നതാണ്. ഹലോ, അങ്ങനെ ഒരാൾ ഒരു ഉടുപ്പ് വിട്ട് ഇവിടെ വന്നു നിന്ന പുള്ളിക്ക് സ്വത്രാഴ്ച കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുമോ? പക്ഷെ അബ്രഹാം തന്റെ ദശാംശം തന്റെ പുരോഹിതനായ മൽക്കീസേദെക്കിന്റെ കൈ കൊടുത്തു. അതവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങളുടെ മൂഡ് കളയുന്നില്ല. ചേർന്ന് ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. പക്ഷെ ഇപ്പൊ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ജോർദാനിൽ നിൽക്കുമ്പോ പുള്ളിയുടെ ഡ്രസ് കോഡ് നോക്കിയേ. എന്താണ് ഡ്രസ് കോഡ്? ഒട്ടകത്തിന്റെ തോലിനാൽ നിർമ്മിതമായ ഒരു വസ്ത്രം. ഇത് നിങ്ങൾ പറഞ്ഞില്ലേ, ഈ പ്രവാചകന്റെ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ അവൻ വരുമെന്ന് വായിച്ചില്ലേ? ചേർന്ന് രാമീൻ പറയാവോ? ഇവർ രണ്ടുപേരും ഈ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വരുമെന്ന് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഏലിയാവിന്റെ സ്പിരിറ്റ് എന്നല്ല അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഈ യോഹന്നാന്റെ മേളിൽ ഹോളി സ്പിരിറ്റ് തന്നെയായിരുന്നു. 1:17 നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്, അവൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ജനങ്ങളെ തിരിക്കാൻ ആ ശക്തിയോടുകൂടെ വരുമെന്നുള്ളത്. The same boldness to confront sin എന്ന് പറഞ്ഞാൽ ഏലിയാവ് ജനത്തെ പാപബോധം വരുത്തിയതുപോലെ പാപബോധം വരുത്തിയ മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. ഇവർ രണ്ടുപേരിലും ഒരുപോലത്തെ പ്രൊഫറ്റിക് അതോറിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ് കോഡും സെയിം ആയിരുന്നു. ഇവർ രണ്ടുപേരുടെ ഡ്രസ് കോഡ് സെയിം ആയിരുന്നു. മത്തായി 3:4 നോക്കി മോനെ, മത്തായി 3:4 നോക്കി. ചിലർക്ക് ഈ ഡ്രസ് കോഡൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മത്തായി 3:4 നോക്കി. യോഹന്നാനും ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടിക്കിളിയും കാട്ടുതേനും ആയിരുന്നു. ഇനി ഏലിയാവിന്റെ പാറ്റേൺ നോക്കി. 2 രാജാക്കന്മാർ 1-ാം അധ്യായം 8-ാം വാക്യം. ഏലിയാവിന്റെ പാറ്റേൺ നോക്കി. ഏലിയാവിന്റെ ആത്മാവിടെ വന്നുണ്ട്. അവൻ ആരാണ്? ഏലിയാവ്. അവൻ രോമ വസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ തിശ്ബ്യനായ ഏലിയാവ് തന്നെ എന്ന് പറഞ്ഞു. ഒരേ ഇംപാർട്ടേഷനിൽ ഒരേ സ്പിരിറ്റിൽ നിന്ന ആളുകളുടെ ഡ്രസ് കോഡും ഒരുപോലായിരുന്നു. ആളുകൾക്ക്, അന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് അങ്ങ് തോന്നിപ്പോവുകയാണ് ഈ ഏലിയാവ് വീണ്ടും വന്നതാണോ എന്ന്. കാരണം അതുപോലത്തെ പ്രൊഫറ്റിക് മിനിസ്ട്രി, അതുപോലത്തെ അതോറിറ്റി, അതേ സംസാരം, അതേ ഡിക്ലറേഷൻ ഗ്രേസ്, നോക്കുമ്പം അതേ ഡ്രസ് കോഡ്. ഹല്ലേലൂയ. പക്ഷേ ഇതിനകത്ത് ജോൺ ദി ബാപ്റ്റിസ്റ്റിൽ ഞാൻ കണ്ട ഒരു പ്രധാന കാര്യം പറയാം. അത് ഇന്നിവിടെ പറയുമ്പോ നിങ്ങൾ ഗൗരവമായി അതിനെ കാണണം.
മക്കളെ, ഇനി ആ മോമെന്റ് മിസ്സായി പോകല്. എന്ത് മിസ്സായാലും ഇത് മിസ്സാകല്ലേ. ഈ ജോൺ ദി ബാപ്റ്റിസ്റ്റിനുള്ള ഏറ്റവും വലിയ പുള്ളിയുടെ മിനിസ്ട്രിക്കകത്തുള്ള ഒരു ഗ്രേസ് എന്നായിരുന്നെന്ന് അറിയാവോ? സീസണുകളെ, വരാൻ പോകുന്ന സീസണുകളെ പുള്ളി വാഗൊണ്ട് പ്രഖ്യാപിച്ച് തുറക്കുമായിരുന്നു. നിങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് കൈ കൊട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി. യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ നിന്ന് പറയുന്നു, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യേശുവിനെ കുറിച്ച് പറയുകയാണ്, പ്രവചിക്കുകയാണ്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇനി സീസൺ, വരാൻ പോകുന്ന സീസണെ കുറിച്ച് പ്രൊഫസി ചെയ്യാണ്. ഞാൻ നിങ്ങളെ ഈ യോർദാന്റെ നദിയിൽ സ്നാനം കഴിപ്പിച്ചു, എന്നാൽ എന്നിലും ബലവാനായവനാണ് എന്റെ പിന്നാലെ വരുന്നത്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞത് ഇനി തുറക്കാൻ പോകുന്ന ഒരു സീസണാണ്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലായി? ഇനി സംഭവിക്കാൻ പോകുന്ന, ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് പകൽ വരാൻ പോകുന്ന, തുറക്കാൻ പോകുന്ന ചില സീസണുകളെ കുറിച്ച് പ്രവചിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പകലിൽ പ്രേരണ നൽകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു ഉണർവിന്റെ കാലഘട്ടം തുറന്നു വരട്ടെ, ഒരു വിടുതലിന്റെ കാലഘട്ടം തുറന്നു വരട്ടെ, ദൈവ പ്രവൃത്തിയുടെ കാലഘട്ടം തുറന്നു വരട്ടെ, ആത്മനിറവിന്റെ കാലഘട്ടം തുറന്നു വരട്ടെ. ജനം ക്രിസ്തുവിൽ ഒന്നാകുന്ന ഒരാത്മതലം. ശരിക്കും അത് സത്യമാണ്. വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച്, അടുത്തത് സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഈ മനുഷ്യൻ പ്രൊഫസി ചെയ്യുകയാണ്. പീതരത്നവും വൈഡൂര്യവും പുഷ്പരാഗവും നീലക്കല്ലും ചുവപ്പ് നൂലിനാൽ നിർമ്മിതമായ പൗരോഹിത്യ വസ്ത്രം ഉപേക്ഷിച്ച് പ്രവാചകനായ ഏലിയാവ് ധരിച്ച പോലത്തെ വസ്ത്രം ധരിച്ച്, are you listening me? ഈ യോർദാന്റെ നദിയിൽ സ്നാപക യോഹന്നാൻ നിൽക്കുന്നത് ചില സീസണുകളെ പ്രവചിച്ച് തുറക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ന് പകൽ അങ്ങനെ തന്നെ ഞാൻ ഈ വാക്ക് എത്ര അധികം അതിന്റെ ഗൗരവം എത്ര പേർക്ക് മനസ്സിലാകുന്നെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ ഈ കൊച്ചി പട്ടണത്തിന്റെ മേളിൽ, ഈ സംസ്ഥാനത്തിന്റെ മേളിൽ ഒരു സമാധാനത്തിന്റെയും വിടുതലിന്റെയും ഒക്കെ സീസണുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് ദൈവത്താൽ സംഭവിക്കട്ടെ, അത് ദൈവത്താൽ സംഭവിക്കട്ടെ, അത് ദൈവത്താൽ സംഭവിക്കട്ടെ. ഒരു മനുഷ്യനും അത് എന്നാന്ന് പിടികിട്ടിയില്ല അവിടെ നിന്നവർക്ക്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞത് എന്താണെന്ന് ഒട്ടുമുക്കാൽ ആളുകൾക്ക് പിടികിട്ടിയില്ല. പക്ഷെ പുള്ളി പറഞ്ഞ, അന്ന് പ്രവചിച്ച് തുറന്ന ആ സീസൺ അകത്താണ് ഇപ്പോഴും നമ്മൾ ഇരിക്കുന്നത്. You are not here. കർത്താവേ, ഇന്ന് പകൽ ഇതിനകത്ത് വിശ്വസിക്കുന്നവരുടെ മേളിൽ, നിന്നെ ആരാധിക്കുന്നവരുടെ മേളിൽ, നിന്നെ സ്തുതിക്കുന്നവരുടെ മേളിൽ ദൈവത്താൽ ചിലത് തുറക്കപ്പെടുന്ന ദൈവത്താൽ തുറക്കപ്പെടുന്ന, എന്നെ ലൈവിൽ കാണുന്നവരുടെ മേളിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. രാജ്യങ്ങളിൽ നിങ്ങൾ കാണുന്ന സഭകളിൽ ദൈവദാസന്മാരെ, അസാധാരണമായ ഒരു റിവൈവലിന്റെ സീസൺ The name of Jesus തുറന്നു വരട്ടെ. അടഞ്ഞു കിടക്കുന്ന തുറന്നു വരട്ടെ. കാലാകാലങ്ങളായി പ്രവാചകന്മാർ പ്രവചിച്ച, കാലാകാലങ്ങളായി നീ പ്രാർത്ഥിച്ച, നിന്റെ കയ്യിൽ എത്തിച്ചേരാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ തുറന്നു വരട്ടെ. ദൈവത്താൽ
ഒരുക്കപ്പെട്ടത്. അമ്മമാരെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആഹാരം ഉണ്ടാക്കി ഒരുക്കിയത് ഒരിക്കലും വേസ്റ്റ് ബിന്നിൽ കളയാനല്ല. നിങ്ങൾ നിങ്ങളുടെ കിച്ചണിൽ ആഹാരം ഉണ്ടാക്കി ഒരുക്കിയത് അർഹതപ്പെട്ട പാത്രത്തിൽ വിളമ്പാൻ വേണ്ടിയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ അത് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണെന്ന് പറയുന്നത് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. സാറേ, അതിന്ന് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. ഈ ദൈവത്താൽ ഒരുക്കപ്പെട്ട ചിലത് തടയപ്പെട്ട് നിൽക്കുന്നതിനെ ആ കരങ്ങളെ വെട്ടിമാറ്റി ദൈവം നീയാകുന്ന പാത്രത്തിലേക്ക് ഇത് സക്കറിയ കരുതിയതാണോ? പ്രാർത്ഥനയുടെ മറുപടി വൈകിയപ്പോൾ ഇങ്ങനൊരു മോനായിരിക്കും വരാൻ പോകുന്നതെന്ന് സക്കറിയ കരുതിയതാണോ? പ്രാർത്ഥനയുടെ മറുപടി വൈകിയപ്പോ അവൻ ജനങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കുമെന്നും സീസണുകളെ പ്രവചിച്ചു തുറക്കുമെന്നും ആരെങ്കിലും ചിന്തിച്ചതാണോ? അവൻ ഏലിയാവിന്റെ ആത്മാവോടെയും ശക്തിയോടെയും മുന്നേറുമ്പോൾ ഇത് എലിസബത്ത് ചിന്തിച്ചതാണോ? ഇതിനേക്കാളെല്ലാം വലിയ വേറൊരു സംഭവമുണ്ട്. ഈ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്തവരെന്ന് കൈ ഉയർത്തി. വി ഓൾ താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. വളരെ സന്തോഷം. പക്ഷേ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറ്റിൽ, എലിസബത്തിന്റെ വയറ്റിൽ ഈ യോഹന്നാൻ കിടക്കും. മറിയ ഒരു സന്തോഷ വർത്തമാനവുമായിട്ട് മലനാട്ടിൽ വരികയാണ്. മറിയയുടെ വന്ദനസ്വരം കേട്ടു. അല്ലെ, ഇത് നിങ്ങളിത് അങ്ങനെ ഇമാജിൻ ചെയ്യും. നമ്മളല്ലേ അതുപോലെ ഈ അക്ഷരത്തിൽ കിടന്ന് തപ്പാതെ നമ്മളത് മൈൻഡിലൊന്നും കൊണ്ടുപോകണം. ഗ്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെ? മലയാളി ഗ്രീറ്റ് ചെയ്യുന്ന പോലെ അല്ല അവർ ഗ്രീറ്റ് ചെയ്യും. നമ്മൾ അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന പോലെ അല്ല. കൈ കൊടുത്ത് ഹഗ് ചെയ്തായിരിക്കും ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പം വന്ദനം ചൊല്ലി എന്ന് പറയുമ്പം ഇങ്ങനെ കാണിച്ചങ്ങ് പോയതല്ല. ഹലോ, ഗ്രീറ്റ് ചെയ്തതാണ്. മറിയത്തിന്റെ ഉദരത്തിൽ യേശു ഉണ്ട്. യേശുവാണ് പരിശുദ്ധാത്മാവിൽ ജനിച്ചത്. യേശുവാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഇത് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു അവൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ നൽകുന്നവൻ, പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവൻ മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ, ഉദരത്തിൽ കിടക്കുകയാണ്. അപ്പൊ മറിയം വന്ന് ഓടി വന്ന് എലിസബത്തിനെ ഗ്രീറ്റ് ചെയ്യുകയാണ്. കേറി ഇങ്ങനെ വന്ദനം ചൊല്ലി ഹഗ് ചെയ്യുകയോ കൈ കൊടുക്കുകയോ ചെയ്യുമ്പം രണ്ടുപേരും ക്യാരി ചെയ്യുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ യോഹന്നാൻ തന്റെ അടിയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന കുഞ്ഞിനെ സെൻസ് ചെയ്യുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ജനിക്കുന്നതിന് മുമ്പ് ഒരുത്തൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിൽ തുള്ളി എന്ന് പറയുമ്പോൾ ഈ മറിയയുടെ വന്ദനത്തിനകത്ത് എലിസബത്തിന്റെ ഉള്ളിലെ ഗർഭത്തിൽ കിടന്ന പിള്ള തുള്ളിയത് മാത്രമല്ല, ആ സ്പോട്ടിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി.
അപ്പം തെറ്റിദ്ധരിക്കല്, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്നവൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. എന്നാൽ ഏലിയാവിന്റെ എല്ലാ മിനിസ്ട്രി ഗ്രേസും ജോൺ ദി ബാപ്റ്റിസ്റ്റിൽ ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഡ്രസ് കോഡ് ഉൾപ്പെടെ. പക്ഷെ ജോൺ ദി ബാപ്റ്റിസ്റ്റ് കുഞ്ഞു പ്രായത്തിൽ അമ്മയുടെ വയറ്റി വെച്ച് തന്നെ എൻകൗണ്ടർ ഉണ്ടായതാണ്. ഓ ഹല്ലേലൂയ. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ഒരു വാക്ക് ആത്മതലത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്: നിങ്ങളുടെ തലമുറകൾക്ക് ഹോളി സ്പിരിറ്റ് എൻകൗണ്ടർ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജനറേഷൻസിന് ഹോളി സ്പിരിറ്റ് എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജനറേഷൻസിന് ഹോളി സ്പിരിറ്റ് എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജനറേഷൻസിന് ഹോളി സ്പിരിറ്റ് എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ തലമുറകൾക്ക് ഹോളി സ്പിരിറ്റ് എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. Hallelujah. Hallelujah. Thank you, precious God. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ വീഞ്ഞോ മദ്യമോ ഉപയോഗിക്കത്തില്ല. ഭയങ്കര, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാവും. അവൻ വീഞ്ഞു കുടിക്കുകയല്ല. ഇത് വെറുതെ പറയല്ല, സംഭവം എന്നാന്ന് പറയാം. നിങ്ങൾ ഇന്നലെ കേട്ടു, ഏലി പുരോഹിതന്റെ മക്കളെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചു ആദ്യത്തെ ദിവസം. കേൾക്കാത്തവർ ശ്രദ്ധയ്ക്ക് വരണമായിരുന്നു. ഏലി പുരോഹിതന്റെ മക്കളെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. അവർ വഴിതെറ്റിപ്പോയി. അവർ യാഗപീഠത്തിലുള്ള മാംസം മുപ്പല്ലി കൊണ്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഫോർക്ക് കൊണ്ട്, നൈഫ് കൊണ്ട് കുത്തി തിന്നുന്നവരായിരുന്നു. വേദപുസ്തക ചരിത്രത്തിലെ ഒത്തിരി പുരോഹിതന്മാരുടെ മക്കൾ മദ്യത്തിനും വീഞ്ഞിനും അടിമകളായി പോയി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ തലതിരിഞ്ഞു പോയി, വഴിതെറ്റിപ്പോയി. അങ്ങനൊരു കാലഘട്ടത്തിൽ കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് ദൈവീക സമയത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു അമ്മയോട്, ഒരു സ്ത്രീയോട് കാത്തിരുന്ന് കിട്ടിയത്, വെയിറ്റ് ചെയ്തെടുത്തത്, പ്രാർത്ഥിച്ച് കിട്ടിയത്, അതിനെ നോക്കി പറയുന്നു, ഒന്ന്, ആ പേര് ദൈവത്താൽ വീണ പേരാണ്. രണ്ട്, ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നു, നിന്റെ കൊച്ച് എല്ലാ പുരോഹിതന്മാരുടെ മക്കളെ പോലെ ആകത്തില്ല. അവൻ വീഞ്ഞ് മദ്യം കുടിക്കത്തില്ല. ഇനി ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാം, ഏതെങ്കിലും ഒരു കാര്യം ഡിലേ ആകുന്നെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് അത് നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് ആ വിടുതൽ വന്നില്ലെങ്കിൽ, വിടുതൽ വൈകുമ്പം ഒരു കാര്യം നോട്ടീസ് ചെയ്തോണം, ആ വിടുതലിന്റെ വലിപ്പം വലുതായിരിക്കും. അതിന്റെ വലിപ്പം വലുതായിരിക്കും. യേശു തന്നെ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. പിന്നത്തെ ചരിത്രം നമുക്കറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ മനുഷ്യൻ ആ കാലഘട്ടത്തിലെ ഒരു ശബ്ദമായിരുന്നു, ഒരു വോയിസ് ആയിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാനെ കുറിച്ച് പറഞ്ഞത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത്, വാക്കിത്. അവനെ ദൈവം ഒരു ശബ്ദമാക്കി, കാലഘട്ടത്തിന്റെ ഒരു വോയിസ് ആക്കി മാറ്റി. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങളെ ദൈവം അവന്റെ ഒരു ശബ്ദമാക്കി, കാലഘട്ടത്തിന്റെ ഒരു ശബ്ദമാക്കി, ഒരു വോയിസ് ആക്കി മാറ്റട്ടെ. ഒരു വാക്കൂടെ പറഞ്ഞ് ഇതിന്റെ പ്രധാന ഭാഗത്തിലേക്ക് എനിക്ക് വരണം. സമയം എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ചിലരോട് പ്രൊഫസ് ചെയ്യാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്. ഇപ്പോഴും പ്രൊഫസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വരുമെന്ന് പറഞ്ഞില്ലേ, ആ മനുഷ്യൻ ചെറിയൊരു തലത്തിൽ നിന്ന ആളല്ല. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ
എന്നാൽ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. നമുക്ക് അറിയാവുന്ന കാര്യം അത്രയാണ്. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ഏലിയാവ് എന്ന് പറയുന്ന ഈ പ്രൊഫറ്റിന്റെ വംശാവലി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ, ഇപ്പോൾ എടുക്കണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ വംശാവലി കാണാം, ദിനവൃത്താന്ത പുസ്തകത്തിൽ കാണാം. പക്ഷെ ഇവിടെ എങ്ങും ഏലിയാവിന്റെ അപ്പൻ ആരാണോ, അമ്മ എവിടുത്തുകാരിയാണെന്നോ, ഏലിയാവിന്റെ സ്പിരിച്വൽ ഫാദർ ആരായിരുന്നെന്നോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. വംശാവലിയേ ഇല്ല. ഒരു വംശാവലി ഇല്ലാത്ത, ഒരു പാരമ്പര്യവും പറയാനില്ലാത്ത ഈ മനുഷ്യൻ ഒരു രാജ്യത്തിലെ ഭരണകൂടത്തെയൊക്കെ ഇങ്ങനെ വിരളെ നിർത്തിയവനാണ്. മനസ്സിലായില്ലല്ലേ? ആഹാബ് എന്ന് പറയുന്ന ദുഷ്ടഭരണാധികാരിയുടെ തന്റെ ഭാര്യയായ കൊടിയ മന്ത്രവാദിനിയായ ഇസബേലിന്റെ അരമനയ്ക്കകത്ത് കയറി അധികാരത്തോടെ മുഖത്തു നോക്കി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഇവിടെ മഞ്ഞും മഴയും പെയ്യില്ല. അതിന് നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല, എന്നാൽ കുറച്ചുകൂടെ കട്ടിയുള്ളത് പറയാം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ, നാബോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ബൈബിളിൽ, കേട്ടിട്ടുണ്ടോ? ഇടയ്ക്ക് ബൈബിൾ വായിക്കണം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ ഇസബേല് തീരുമാനിച്ചു. ചുമ്മാ ഒരു രസം, നമ്മൾ പറയത്തില്ലേ, വെറുതെ ഒരു രസം. പിടികിട്ടുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നാബോത്ത് കൃഷി ചെയ്ത് മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ടാക്കി സന്തോഷമായിട്ട് ജീവിക്കുന്നത് അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിടികിട്ടിയോ? ഉടനെ പുള്ളിക്കാരി തീരുമാനിച്ചു, ആഹാബിനോട് പറഞ്ഞു, ആഹാബാണ് രാജാവ്, നാബോത്തിനോടൊന്ന് സംസാരിക്കണം, നമുക്ക് ആ പ്രോപ്പർട്ടി വേണം. നാബോത്തിന്റെ അടുക്കൽ ആഹാബ് ചെന്നു. ആഹാബ് എന്നിട്ട് നാബോത്തിനോട് പറഞ്ഞു, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വേണം. രാജാവല്ലേ പറയുന്നേ, വേറൊന്നും പറയാൻ പറ്റില്ല, കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ നാബോത്ത് സ്ട്രോങ് ആയിട്ട് ഈ ബാക്കിയൊക്കെ എടുത്തു വെച്ച് വലിയ തിയോളജി ഒന്നും പറയാത്തത്, ഇവിടെ ഇരിക്കുന്നത് പാവപ്പെട്ട ആളുകളായോണ്ടാ, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നാബോത്ത് സ്റ്റേൺ ആയിട്ട്, നാബോത്ത് പറഞ്ഞു, ഒരു കാരണവശാലും എന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരത്തില്ല. അതെന്റെ പിതാക്കന്മാരാൽ എനിക്ക് ലഭിച്ചതാണ്, അതെന്റെ അവകാശമാണ്. ഈ നിങ്ങളുടെ അവകാശങ്ങളിൽ വാഴുമ്പോൾ അതിനെ തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്ന അദൃശ്യ ശക്തികളുടെ മേളിൽ, സാഹചര്യങ്ങളുടെ മേളിൽ, അസൂയക്കാരുടെ മേളിൽ, അഹങ്കാരികളുടെ മേളിൽ ഇന്ന് പകൽ ഒരു ജയം നിനക്ക് ദൈവം തരും. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലാണ്. Are you listening? Yes. Feeling the presence of God, the mighty authority of Holy Spirit. Amen. ഉടനെ ആഹാബ് വീട്ടിൽ വന്നു. ഇനി ബൈബിളിൽ എഴുതിയിരിക്കുന്ന കഥ അതുപോലെ, ചരിത്രം അതുപോലെ പറയാണ്. ആഹാബ് വന്ന് സങ്കടം, ആദ്യമായിട്ടാണ് ഈ രാജാവിനോട് മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു സംസാരിക്കുന്നത്. രാജാവ് വന്ന് കട്ടിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, കമന്ന് കിടക്കുകയാണ്. ഉടനെ ഇസബേൽ വന്നു. ഇസബേൽ വന്നിട്ട് ചോദിച്ചു, വാട്ട് ഹാപ്പൻ? എന്താണ് നിങ്ങളുടെ മുഖത്തൊരു വിഷമം? ആഹാബ് പറഞ്ഞു, ഞാൻ പോയി ചോദിച്ചായിരുന്നു ആ പ്രോപ്പർട്ടി, അവൻ പറഞ്ഞു തരികയില്ലെന്ന്. ഉടനെ ഇസബേല് പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ് ഞാനാരാന്ന് അവന് കാണിച്ചു കൊടുക്കും. അവന്റെ മുന്തിരിത്തോട്ടത്തെ ഞാൻ ചീരത്തോട്ടാക്കും. ഈ പുള്ളിക്കാരിയോടുള്ള ബന്ധത്തിൽ, ഇസബേലിനോടുള്ള ബന്ധത്തിൽ അധികാരം മാത്രമല്ല അവക്കുള്ളത്, ആഭിചാരമുണ്ട്. ഞാനൊരു അടുത്തൊരു റൂട്ടിലോട്ട് കയറുകയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് ഇന്ന് ചില ഡീലുകൾ ഇതിൽ ആത്മതലത്തിൽ നടക്കും. ഈ സഹോദരിയെ സംബന്ധിച്ച് അധികാരം മാത്രമല്ല, ആഭിചാരമുണ്ട്. ആഭിചാരം ഉണ്ടെന്ന് എവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? പറഞ്ഞുതരാം.
യേഹു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏലിയാവിന്റെ സുഹൃത്താണ്. ഏലിയ ഉൾമുറിക്കകത്ത് കൊണ്ടുപോയി അഭിഷേകം ചെയ്ത പ്രവാചകനാണ്. യേഹു എന്ന സഹോദരൻ ഒരു ദിവസം ഈ ഇസബേലിന്റെ മകൻ വരുമ്പോൾ ഇസബേലിന്റെ മകൻ യേഹുവിനോട് ചോദിച്ചു. യേഹു, ഹൗ ആർ യു, സുഖാണോ എന്ന് ചോദിച്ചു. ഉടനെ യേഹു ഇസബേലിന്റെ മകനോട് പറഞ്ഞ വാക്കാണ്, നിന്റെ അമ്മ, എന്നെ ശ്രദ്ധിച്ചേ, നിന്റെ അമ്മയായ ഇസബേൽ ആഭിചാരം ചെയ്യുന്ന കാലത്തോളം എനിക്ക് എന്ത് സമാധാനം. വേർഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കിട്ടിയ എടുത്തോ, അത് വായിച്ച്. നിന്റെ അമ്മ, ആ റെഫറൻസ് കൂടെ പറഞ്ഞു. 2 രാജാക്കന്മാർ 9:22. 2 രാജാക്കന്മാർ 9:22 വായിച്ചേ. യേഹൂവിനെ കണ്ടപ്പോൾ യോരാം, യേഹൂവെ സമാധാനമോ എന്ന് ചോദിച്ചു. യേഹൂവേ, നിനക്ക് സമാധാനമാണോ? അതിന് യേഹൂ, നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോ ഇസബേലിന്റെ പണി എന്തൊക്കെയാ? പരസംഗം, ക്ഷുദ്രം ചെയ്യുക, ആഭിചാരം ചെയ്യുക. ഇങ്ങനെ തലപ്പത്തിരുന്നോണ്ട്, ഞങ്ങളുടെ ഭാഷ പറഞ്ഞ പ്രധാന കസേരയിൽ ഇരുന്നോണ്ട് പണി കൊടുക്കുക. ആർ യു ലിസണിങ് മീ? ഹല്ലേലൂയ. ഇതിനകത്തൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്ന് എടുക്കുകയാണ്. അമ്മയായ ഇസബേൽ ആഭിചാരം ചെയ്യുന്ന കാലത്തോളം എന്ത് സമാധാനം, എന്ത് സമാധാനം. എന്നാൽ ഇന്ന് പകലിൽ ഏലിയാവുമാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ വരികയാണ്. ഞാൻ അടുത്ത മേഖലയിലേക്ക് കയറുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾക്കൊരു ചരിത്രം അറിയാവോ? ഇസബേലിനെ തീർക്കാൻ, ഇസബേലിനെ അവസാനിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ചത് യേഹൂവിനെയാണ്. എനിക്കിതിനപ്പുറത്ത് ഇത് ലൈവിൽ വേറൊന്നും പറയാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ ചില പൈശാചിക തലങ്ങളെ, പുള്ളിക്കാരി ആരാണെന്ന് ഏകദേശം പിടികിട്ടിയോ? അത് പറയാനാ ഇത്രയും പറഞ്ഞു. പുള്ളിക്കാരിയുടെ പണി എന്താന്ന് പിടികിട്ടിയോ? അതാണ് ഇത്ര തന്റെ ഇടത്തോടെ കോൺഫിഡന്റ് ആയിട്ട് പുള്ളിക്കാരി പറഞ്ഞത് ആഹാബിനോട്, സാറ് വിഷമിക്കണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഈ പുള്ളിക്കാരി എന്നാ ഇതെന്നറിയോ? ഈ മന്ത്രവാദവും തന്ത്രവും ആഭിചാരവും ഒന്നും നാബോത്തിന് ഫലിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോ തന്ത്രപരമായി ഒരു വാക്കിനകത്ത്, പട്ടണത്തിന്റെ നടുവിൽ വെച്ച് പുള്ളി പറഞ്ഞ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റിൽ, ഒരു വാക്കിനകത്ത് പുള്ളിയെ കുടുക്കിയിട്ട് പട്ടണവാതിക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് നാബോത്തിനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് നീ കേട്ടോണം, എന്നിട്ട് അവന്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കാൻ വരുമ്പോ കിലോമീറ്ററുകൾക്കപ്പുറത്ത്, മൈലുകൾക്കപ്പുറത്ത് പ്രാർത്ഥനയിലിരുന്ന ഏലിയാവെന്ന ദൈവത്തിന്റെ അഭിഷിക്തന് ഈ ഡീറ്റെയിൽസ് പ്രാർത്ഥനാ മുറി കിട്ടുകയാണ്. ഏലിയാവ് അവിടെ നിന്ന് പുറപ്പെട്ട് ഇസബേലിന്റെ അടുക്കലെത്തി. കൊട്ടാരത്തി വന്നിട്ട് ആ നിപ്പൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അതൊരു അതോറിറ്റി തന്നെയാണ്. ഈ സ്പിരിച്വൽ അതോറിറ്റിയുടെ മേളിൽ വേറൊരു അതോറിറ്റി ഇല്ല. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. സ്പിരിച്വൽ അതോറിറ്റി, ദൈവത്തിന് മുകളിൽ വേറൊന്നില്ലെന്ന് ഉറപ്പുള്ളവർ, ദൈവത്തിന് മേളിൽ. വേദപുസ്തകം പറയുകയാണ്, ഏലിയാവ് കൊട്ടാരത്തിലായിരിക്കുമ്പോ ബൈബിൾ വ്യക്തമാക്കുന്നു. Listen to me please. ഇസബേലിനോട് ഏലിയ പറയുകയാണ്, നീ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കിയ നിനക്ക് അമേരിക്കൻ വിസ കിട്ടും, UK പോകും. നോ, നീ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കിയ
നീ ആരാണെങ്കിലും ഐ ഡോണ്ട് കെയർ. നിന്റെ തലച്ചോറ് നായ തിന്നും. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. ഇതേ സ്പിരിച്വൽ അതോറിറ്റി ആയിരുന്നു ജോൺ ദി ബാപ്റ്റിസ്റ്റ്. മാനസാന്തരപ്പെടാത്തവനെ, ദൈവത്തിലേക്ക് മടങ്ങി വരാത്തവനെ ബ്രദറെന്നും റവറന്റ് ഡോക്ടറെന്നും ഒന്നും അല്ല പുള്ളി വിളിച്ചേ, സർപ്പസന്തതികളെ. സർപ്പസന്തതി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വിളിച്ച സഭായോഗത്തിന് ഒരെണ്ണം കാണുകയില്ല. പിന്നെ പൈശാചിക തലമുറയെ എന്നാ വിളിച്ചത് ജോൺ ദി ബാപ്റ്റിസ്റ്റ്. അതോറിറ്റി. ഹല്ലേലൂയ. എന്തായിരുന്നു ഏലിയാവിന്റെ പ്രത്യേകത? വംശാവലിയല്ല, കുടുംബ പശ്ചാത്തലമല്ല, ബന്ധം, ദൈവത്തോടുള്ള ബന്ധം. ഇനി 2 മിനിറ്റ് എന്നെ ഒന്ന് ശ്രദ്ധിക്കോ. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ നിങ്ങളുടെ ചുറ്റുപാടുകളോ വാഹനങ്ങളോ ഒന്നുമല്ല, ഉറപ്പായിട്ടുമല്ല. എന്റെ ഒരു ഫോക്കസിൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ആ ബന്ധമാണ്. അത് ഭയങ്കര വാല്യുബിൾ ആയ ഒരു കാര്യം തന്നെയാണ്. ഈ എല്ലാ ആളുകളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെ ശ്രമിക്കുന്നവരാണോ? ഉറപ്പായിട്ടും അല്ലേ. മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആകാൻ ട്രൈ ചെയ്യുന്നവരാണ്. പക്ഷെ എൻ്റെ ഒരു വീക്ഷണത്തിൽ നിങ്ങൾ വ്യത്യസ്തരാകേണ്ടത് ഈ ഭൗതികമായ തലത്തിലല്ല. അതെല്ലാവർക്കും പിടിക്കാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങളൊരു ഇവിടുത്തെ ജയലക്ഷ്മിന്നോ ഷീമാട്ടിന്നോ നല്ലൊരു സാരി മേടിച്ചു, ഒരു 10,000 രൂപയുടെ, അല്ലെ ഒരു 25,000 ഇരിക്കട്ടെ, അല്ലെ നിങ്ങളുടെ വില നിങ്ങൾ പറഞ്ഞു, ഒരു നല്ല സാരി മേടിച്ചു. നിങ്ങൾ ആ കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളായിരിക്കും ഇന്ന് ആ കല്യാണത്തിന് വരുമ്പോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി എടുത്തു വന്ന ആളെന്ന്. നിങ്ങൾ വരുന്നതിന് മുമ്പേ 2 ലക്ഷത്തിന്റെ ആൾ അവിടെ ഇറങ്ങി. ഹലോ, നിങ്ങൾ കരുതി നിങ്ങളുടെ വണ്ടി ആയിരിക്കും ഏറ്റവും. നോ, ഇതിനകത്തെങ്ങും അല്ല നമ്മൾ ഡിഫറെന്റ് ആകുന്നേ. എല്ലാം ഉണ്ടാകട്ടെ, വസ്തു ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ, വാഹനം ഉണ്ടാകട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നിങ്ങൾക്ക് തരട്ടെ. ദൈവത്തെ അറിഞ്ഞവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. പക്ഷെ നമ്മളെ ഡിഫറെന്റ് ആക്കുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. അവരെപ്പോഴും അവരെപ്പോഴും സെപ്പറേറ്റഡ് ആയിരിക്കും. അവരെപ്പോഴും ചിലപ്പോൾ ഒറ്റപ്പെടുന്നവരായിരിക്കും. അവരെപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അവർക്കൊരു പ്രത്യേകത ഉണ്ടാവും. അതുകൊണ്ടാണ് മലാക്കിയുടെ പ്രവചന പുസ്തകത്തിൽ വചനം പറയുന്നത്, അന്നാളിൽ ദൈവത്തെ അറിയുന്നവനും അറിയാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കാണും. ഏ നാളിൽ ചൂള പോലെ കത്തുന്ന ആ നാളിൽ. Are you listening me? Yes. അതൊരു ഭയങ്കര കാര്യം തന്നെയാണ്. ഈ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം, ഒരു 5 മിനിറ്റ് ഒരു സാധനം നിങ്ങൾക്ക് കർത്താവ് തരികയാണ്. ഈ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ എടുക്കണം. നിങ്ങൾ TV ആ സ്ക്രീനിൽ നോക്കിയാലും മതി, അല്ലെങ്കിൽ നോട്ട് ചെയ്തോ. അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, മറിയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയ. നോക്കിയ, ഒരു ഗ്രാമം, ഒരു ടൗൺ, ഒരു വില്ലേജ്, ഒരു ടൗൺ 2 സഹോദരിമാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അന്നും ഇന്നും ഇനി എന്നും. വിശുദ്ധ നാട് സന്ദർശനത്തിന് പോയിട്ടുള്ളവരുണ്ടോ ഇതിൽ?
ഇസ്രായേലിലൊക്കെ പോയിട്ടുള്ളവരുണ്ട്. ഓക്കെ, നിങ്ങൾ പോയിട്ടുണ്ടോ ബഥാനിയിൽ? പോയിട്ടില്ല? എപ്പോഴെങ്കിലും ഒന്ന് പോണം. അവിടെ വലിയ യുദ്ധം നടക്കും, ഇപ്പൊ പോണ്ട. Praise the Lord. ഇപ്പോഴും ആളുകൾ പോകുന്നത് ഈ വീട് കാണാനാണ്. ഇപ്പോഴും ഈ സ്ഥലം അറിയപ്പെടുന്നത് മറിയയുടെയും മാർത്തയുടെയും ഗ്രാമം എന്നാണ്. ഒരു ടൗൺ, ഒരു പട്ടണം, രണ്ട് സഹോദരിമാരുടെ പേരിൽ, ഒരു ഫാമിലിയുടെ പേരിൽ അറിയപ്പെടണമെങ്കിൽ ആ ഫാമിലിക്ക് മറ്റുള്ള എല്ലാ വീട്ടുകാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത വേണ്ടേ? എന്നെ കേൾക്കുന്നോ നിങ്ങൾ? എന്താ ബഥാനി വേറെ വീടില്ലേ? ആ ടൗൺ എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് നോക്കി, ദ ടൗൺ ഓഫ് മേരി ആൻഡ് ഹർ സിസ്റ്റർ മാർത്ത. ആ ടൗണിനകത്ത് വേറെ ആളുകളൊന്നും ഇല്ലേ? ടൗൺ എന്ന് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ആളുകൾ ശരിക്കും കാണും. ആ റിലേഷനിങ് മേ വില്ലേജ് എന്നായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് നോക്കായിരുന്നു. ഇത് ടൗൺ ആണ്. ഈ പട്ടണം ഒരു കുടുംബത്തിന്റെ പേരിൽ അറിയപ്പെട്ടതിന്റെ കാരണം ആ വീടിന്റെ കാർ പോർച്ചിൽ കിടന്ന കാറോ ആ വീടിന്റെ സ്ക്വയർ ഫീറ്റോ ഒന്നുമല്ല, ആ വീട്ടിൽ യേശു വരുമായിരുന്നു. That is only one reason. ആ വീട്ടിലൊരു മകൻ ഉണ്ടായിരുന്നു, അവന്റെ പേര് ലാസർ എന്നായിരുന്നു. ആ ലാസർ യേശുവിന്റെ സ്നേഹിതനായിരുന്നു. ആ കുടുംബവും കർത്താവുമായി ഒരു ബന്ധം ഉണ്ടായിരുന്നു. ദൈവത്തോടുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല പേര്. പ്രസിദ്ധരുമുണ്ട്, കുപ്രസിദ്ധരുമുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. കുപ്രസിദ്ധി ആർജിച്ചവരുമുണ്ട്, പ്രസിദ്ധി ആർജിച്ചവരുമുണ്ട്. കുപ്രസിദ്ധ കൊള്ളക്കാരൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല വേറൊരാളെ കുറിച്ച്. കുപ്രസിദ്ധ MLA എന്ന് പറയത്തില്ല. ഹലോ, are you listening me? നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് കിട്ടിയ പേരാണ് നിലവാരമുള്ള പേര്. Are you listening me? അപ്പൊ ഈ വീട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമായത് യേശുവിന് ആ വീടുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. കവർന്നഹൂമിൽ ഒരു വീട് നിങ്ങൾക്ക് കാണാം. ഒരു വീട്, എത്രയോ വീടുകളുണ്ട് ആ പട്ടണത്തിൽ. കവർന്നഹൂമിൽ പോയാൽ ഏറ്റവും ജനനിബിഡമായ സ്ഥലമാണ് ഗലീലയും കവർന്നഹൂം. ആ വീട്ടിൽ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്നു. അപ്പൊ യേശു അവിടെ നിൽക്കുകയായിരുന്നു. ഒരു ഡെലിവറൻസ് സെഷനിലോട്ട് നമ്മൾ കയറുകയാണേ. യേശു അവിടെ നിൽക്കുകയായിരുന്നു. ആ വീട്ടിനകത്ത് പറഞ്ഞ യേശുവിന് വേണ്ടി വീട് തുറന്നു കൊടുത്തു. യേശുവിന് പ്രസംഗിക്കാൻ, ശുശ്രൂഷിക്കാൻ ആ വീട് തുറന്നു കൊടുത്തു. ആ വീട്ടിനകത്ത് വാതിക്കൽ പോലും നിൽക്കാൻ ഇടയില്ലാതെ ജനം നിൽക്കുമ്പോഴാണ് ഇവനെ അകത്തോട്ട് കയറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്തുമ്പോ ആ വീട്ടിലിരുന്ന 4 പൂച്ചട്ടിയെങ്കിലും തല്ലി പൊട്ടിച്ച ആളുകളെല്ലാം കൂടെ വന്ന് നിങ്ങളുടെ ചെടിയെല്ലാം ചവിട്ടി തേച്ചു, പൂച്ചട്ടി പൊട്ടിച്ചു. ഹലോ, ശ്രദ്ധിക്കുന്നു? ആരാണ്ടൊക്കെ കൈ പൊക്കുന്ന അങ്ങനെ സംഭവിച്ചത്. നിങ്ങൾ പിന്നെ ഈ കൂട്ടത്തെ വിളിച്ചു പ്രാർത്ഥന നടത്തും. പക്ഷെ ആ വീട്ടിലെ ബ്രദർ ഇല്ലേ, അച്ചായൻ, അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ല അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 4 ആൾ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്ന ആളുകൾ നല്ല മനുഷ്യരാണ്, വിശ്വാസമുള്ളവരാണ്. അവരുടെ വിശ്വാസം കണ്ടിട്ടാണല്ലോ യേശു സൗഖ്യമാക്കി. വിശ്വാസമുള്ളവരൊക്കെ നല്ല ആളുകളാണെന്നാ എന്റെ വിശ്വാസം. ആരാണ്ട് പറഞ്ഞു ഭാഷ വിശ്വാസം ഭാഷ രക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം ജോൺസൺ വർഗീസ് ഭാഷ പറഞ്ഞ പോലെ കർത്താവ് വളരെ നല്ലവനാണ്, പക്ഷെ കർത്താവിന്റെ ആളുകൾ അത്ര നല്ലതല്ല. ഉറപ്പായും ഈ വീട്ടിലെ സഹോദരന്റെ ഒരു പെർമിഷൻ ഇതിനകത്തുണ്ട്. ആ പെർമിഷനിലാണ് ഇവര് 4 പേരുടെ കയറി. അന്നത്തെ കാലത്തെ മേൽക്കൂരയൊക്കെ പെട്ടെന്ന് ഇളക്കാവുന്നതാണ്, വാർത്തൊന്നും വെച്ചിരിക്കുകയല്ല. ആ മേൽക്കൂര പൊളിച്ച് കിടക്കയോടെ കെട്ടിയിറക്കി അവനെ താഴെ വെച്ചു.
വാതിക്കൽ പോലും നിൽക്കാൻ ഇടയില്ലാതെ ആ വീട്ടിൽ ജനം വന്നുകൂടി. എന്റെ ചോദ്യം, വലിയ വീട് കവർന്നഹൂമിൽ ഉണ്ടായിരുന്നു അന്ന്, ഇതിനേക്കാൾ വലിയ പുള്ളികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും, ആ ഒരൊറ്റ വീടുകളും ചരിത്രത്തിൽ ഇടം പിടിച്ചില്ല. ആ ഒരു വീട് മാത്രമാണ് ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സ്ഥിരമായിരിക്കുന്ന വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? അവിടെ ഇത്രയുള്ള കാരണം, ആ വീടും വീട്ടുകാരും യേശുവുമായി ബന്ധമുണ്ടായിരുന്നു. കാനാവിലെ കല്യാണം, എത്രയോ കല്യാണങ്ങൾ ലോകത്ത് നടക്കുന്നു. പക്ഷെ ആ കല്യാണം മറ്റുള്ള കല്യാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് യേശു ആ കല്യാണത്തിന് വന്നതുകൊണ്ടാണ്. എത്രയോ കഴുതക്കുട്ടികൾ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ പെൺകഴുതയും കുട്ടിയും വ്യത്യസ്തമായത് ആ കഴുതയുടെ മുകളിൽ യേശു കയറിയത് കൊണ്ടായിരുന്നു. ആർക്കും വിലയില്ലാത്ത തൊഴുത്ത്, എഴുത്തിൽ അല്ലെങ്കിൽ തൊഴുത്തെന്നല്ലേ പറയുന്നേ, ആ തൊഴുത്ത് വിലയേറിയതായത് യേശുവിനെ അല്പസമയം ആ കാലിത്തൊഴുത്തിൽ കിടത്തിയതാണ്.